ഇന്നൊരു വ്യാഴാഴ്ച ആണ് കേട്ടോ. നാളെ നമുക്ക് ഓഫ് ഡേ ആണ്. അപ്പം നാളത്തേക്കല്ല അടുത്ത ആഴ്ചയിലേക്കുള്ള കുറച്ച് ഗ്രോസറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദീനയിൽ പോക്ക് നടക്കില്ല. നല്ല തിരക്കായിരിക്കും കേട്ടോ വെള്ളിയാഴ്ച മദീനയിൽ. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് പോയി സാധനങ്ങൾ വാങ്ങാം. അല്ലെങ്കിലും ഇന്ന് പോയി സാധനം വാങ്ങിയാലേ നാളെ ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിക്കണ്. പിന്നെ അത് മാത്രമല്ല, നാളെ ഇക്കൻ്റെ 2 ഫ്രണ്ട്സ് നാട്ടിൽ പോവാണ്. അപ്പം നമുക്ക് ഓരോ കൂടെ ഫുഡ് കഴിക്കാനും പോകണം. ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർക്ക് നാളെ കൊണ്ടുപോകാനുള്ള ഡേറ്റ്സ് വാങ്ങാൻ വേണ്ടി പോകാനുണ്ട് കേട്ടോ. അപ്പം അതും വാങ്ങിയിട്ട് വേണം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. അപ്പം ഇന്ന് ആകെ മൊത്തം ഒരു തിരക്ക് പിടിച്ച രാത്രിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് ഓരോ സാധനങ്ങൾ നോക്കുന്നുണ്ടേനു. ഞാൻ ഇവിടുന്ന് ഇതുവരെ കപ്പ വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പൂള. എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കഴിക്കണം എന്നല്ല, വാങ്ങിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടേനു. പക്ഷേ എന്തോ വാങ്ങിയാൽ പണി കിട്ടുമോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ അതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ ഒരു പ്രൊമോഷനായിട്ട് കൊണ്ടുവച്ചതേനു അപ്പോൾ ചെറിയ എന്തോ പൈസ ഉള്ളതിനു. അപ്പം ഞാനിൻ്റെ ഒരു അഹങ്കാരത്തിന് പുറത്ത് സ്പീഡ് എടുത്തതേനു കേട്ടോ. പക്ഷെ സാധനം വായിൽ വെക്കാൻ കൊള്ളൂലേനു. എന്തോ ഒരു ചായ ടേസ്റ്റ്. അപ്പോൾ ആ സങ്കടം മാറ്റാൻ എടുത്തുള്ള മെക്കിൽ പോയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റും ആ കുഞ്ഞു ഡോണറ്റ് ഉണ്ടല്ലോ അതും കൂടി വാങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഡേറ്റ്സൊക്കെ വാങ്ങിയിട്ട് വേഗം വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടോ. കാരണം ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. പക്ഷെ പുറത്ത് വെച്ചാലും കേടാവില്ല, കാരണം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ ഷാർമ ഹൗസ് പോയി. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ടൈമൊക്കെ കഴിക്കണം കേട്ടോ. നല്ല പോലെ വിശക്കുന്നുണ്ടേനു, നല്ല പോലെ ഉറക്കം വരുന്നുണ്ടേനു. അങ്ങനെ മക്കൾക്ക് ബ്രോസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പം ഓർക്ക് അത് വാങ്ങിക്കൊടുത്തു. പിന്നെ നമുക്ക് മിക്സ്ഡ് ആയിട്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കബാബ്, ഫഹം, റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങണം.